മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് സമൂഹത്തിൽ ശക്തമായ അവബോധം സൃഷ്ടിക്കുന്നതിനും മരണാനന്തരം അവയവം ദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുടെ രജിസ്ട്രേഷൻ നടപടികളുടെ പ്രചരണാർത്ഥവും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ IMA കൊച്ചി എന്നിവരുടെ നേതൃത്വത്തിലും റോട്ടറി ഡിസ്ട്രിക്ട് 3205 MG യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള, കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്റർ എന്നിവരുടെ സഹകരണത്തോടെയും ഈ മാസം 31-ന് റിപ്പിൾസ് ഓഫ് ലൈഫ് സംഘടിപ്പിക്കുന്നു. മെഡിക്കൽ പ്രോഗ്രാമുമായിട്ടാണ് ആക്ച്വലി വന്നേക്കുന്നത്. പക്ഷേ ഇതൊരു പബ്ലിക് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതൊരു 6 അസോസിയേഷൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഒരു പബ്ലിക് പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. എൻ്റെ പേര് സുനിൽ മത്തായി. ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് 3205 എന്ന് പറയുന്ന റോട്ടറിയുടെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഓർഗൻ ഡൊണേഷൻ ഇനീഷ്യേറ്റീവിൻ്റെ ചെയർമാനാണ്. ഞങ്ങളുടെ പ്രസിഡൻ്റാണ് സൂസി പോൾ, മേജർ സൂസി പോൾ. അപ്പോൾ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഡൗൺ ടൗണിൻ്റെ പ്രസിഡന്റ് വിനു നായർ, ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. ഇവരെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികളുടെ അസോസിയേഷനാണ്. ആക്ച്വലി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ് അവരെല്ലാവരും കൂടെ ഫോം ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. 2000 മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. ഓൾ ഓവർ കേരള ഡിസ്ട്രിക്റ്റിലെ യൂണിറ്റ് ഒക്കെ ഉള്ളവരാണ്. അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വിനു. ബാബു കുരുവിള ഈ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ട്രഷറർ ബാബു കുരുവിള. ആൻഡ് ബെനസീർ ഞങ്ങളുടെ IMAനെ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം ഇവര് ഈ ഓർഗനൈസേഷൻസ് എല്ലാം IMA, റോട്ടറി, ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ആൻഡ് റീജിയണൽ സ്പോർട്സ് സെന്ററിലാണ് ഈ വെന്യൂ നടത്തുന്ന ഈ പ്രോഗ്രാം. ആൻഡ് നാഷണൽ സർവീസ് സ്കീമിനെ റെപ്രസെന്റ് ചെയ്ത് ഇന്നാരും വന്നിട്ടില്ല. വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വന്നില്ല. നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് കൊച്ചി എൻകംപാസ് ചെയ്യുന്ന 43 കോളേജസ് ഉണ്ട് ഈ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്സ്. അപ്പോൾ ആ യൂണിറ്റുകളിലുള്ള ഈ പിള്ളേരെല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വിൽ ക്രോസ് 2000 നമ്പേഴ്സ്. ഇപ്പോൾ ഡിസംബർ 31-ാം തീയതി ജനുവരി 31-ാം തീയതി രാവിലെ 8:30 നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങി 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങിയാൽ ഒരു 1 മണിക്ക് തീരുന്ന രീതിയിലാണ് റീജിയണൽ സ്പോർട്സ് സെന്ററിൽ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മെയിൻ അജണ്ട ഇസ് അവയർനെസ് ആൻഡ് എ പ്ലഡ്ജ്. അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ ഓർഗൻ ഡൊണേഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ എപ്പോഴും വായിക്കാറില്ലേ? റാക്കറ്റിയറിങ്, ഇടയിലുള്ള ഏജൻസികൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ലീഗലായിട്ടും കുറേ കേസുകളും അതൊക്കെ നടന്ന് എല്ലാ ദിവസവും പത്രത്തിൽ ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ, ഒരുപാട് ഹെൽത്ത് അതോറിറ്റീസ് ഇതിനെ പുഷ് ചെയ്യുന്നുമുണ്ട് എങ്ങനെയെങ്കിലും ഇത് നന്നായിട്ട് നടന്നു പോകാനായിട്ട്. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മളാണ് ഏറ്റവും പുറകോട്ട് നിൽക്കുന്നത് ഓർഗൻ ഡൊണേഷനിൽ. ഓർഗൻ ഡൊണേഷൻ കഡാവർ ആയി കഴിഞ്ഞാൽ നമ്മൾ വോളണ്ടറി ആയിട്ടൊരു ഫാമിലി സമ്മതിക്കുകയാണെങ്കിൽ ഒത്തിരി പേര് കേരളത്തിൽ ഈ ഇടയിലുള്ള റാക്കറ്റിയറിങ് ഇല്ലാതെ രക്ഷപ്പെടും. നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കാര്യം ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ 6 മന്ത്സ് കൊണ്ട് നമുക്ക് ഗവൺമെന്റിലെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു ഓർഗൻ കിട്ടാനായിട്ടുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ഉള്ള രോഗികൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റാക്കറ്റിയറിങ് നിർത്തണമെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള വോളണ്ടറി ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മാറണം. അതിന് വേണ്ടിയിട്ട് ഉള്ള കഡാവറിക് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെഡ് ആയി കഴിഞ്ഞ ഒരു ഫാമിലി മെമ്പർ, ഏറ്റവും കൂടുതൽ അതിനെ എതിർക്കുന്നത് ഫാമിലിക്കാർ തന്നെയാണ്. ആദ്യം വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴേക്കും ഫാമിലി തന്നെയാണ് എതിർക്കുന്നത്, ചെയ്യാൻ പാടില്ല. അത് ഓൾറെഡി സമ്മതം കൊടുത്തതാണ്. അതിപ്പോൾ ഒരു കോർണി ആണെങ്കിലും ഒരു ഹാർട്ട് ആണെങ്കിലും ലിവർ ആണെങ്കിലും ഒരിക്കലും ബ്രെയിൻ ഡിസീസ്ഡ് ആയി കഴിഞ്ഞാൽ 8 ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാം. ആ 8 ഓർഗൻസ് കൊണ്ട് 8 പേഷ്യൻസാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ക്യാച്ച് ദം യങ്, അതായത് കുട്ടികളിലേക്ക് നമ്മളത് എത്തിക്കണം. എന്നാലേ അത് വളർന്നു വരുമ്പോഴേക്കും അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെയും പ്രോജക്റ്റാണിത്. അവരും ഇന്ത്യ മുഴുവനും ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, റോട്ടറി നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ലിവർ ഫൗണ്ടേഷൻ കുറേ കാലമായിട്ട് അവരിത് നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കോമൺ ഈ പ്രോജക്റ്റിൻ്റെ അടിയിൽ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ, പിന്നെ നമ്മുടെ മിനിസ്റ്റർ രാജീവ്, പിന്നെ ഹൈബി ഈഡൻ, ഇവരെ എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റി ആയിട്ട് ഇതുവരെയും
ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ഐതർ ഒരു ഐക്കോണിക് ആയിട്ട് ഒരാൾ ഇതിന്റെ ഫ്രണ്ടിൽ ഐതർ മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 10 മണിക്ക് തുടങ്ങുമ്പോൾ നാഷണൽ സർവീസ് സ്കീമിന് 2 കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഈ ഓർഗൻ ടീമിനെ ബേസ് ചെയ്തിട്ട്, ഓർഗൻ ഡൊണേഷൻ ടീമിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫിലിം കോൺടെസ്റ്റ് ആൻഡ് ഓർഗൻ ഡൊണേഷൻ ടീമിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്കിറ്റ് കോൺടെസ്റ്റ്. ഇത് രണ്ടിനും നമ്മളന്ന് പ്രൈസ് കൊടുത്ത് ആ കുട്ടികൾ, അതായത് 12,000 കുട്ടികളുണ്ടാവും. ഓരോ കോളേജസിനും അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകൾ ആയിട്ട് ആണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് അവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, ലൈവ് സ്ക്രീനിങ് ഓഫ് ദോസ് ഷോർട്ട് ഫിലിംസ് ആൻഡ് ലൈവ് സ്ക്രീനിങ് ഓഫ് ദാറ്റ് സ്കിറ്റും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സെൻറ്റ് റിസേഴ്സ് കോളേജിന്റെ ആത്മതാളം എന്ന് പറഞ്ഞ് അവർ ഓർഗൻ ഡൊണേഷനെ പറ്റി ഒരു മേജർ ആ കുട്ടികൾ ഒരു നല്ലൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ സ്ക്രീനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് സെഷൻ ഉണ്ടാവും. ആ ബിസിനസ് സെഷനിലാണ് ഇതൊക്കെ വരുന്നത്. കേസ് ഓട്ടോ എന്ന് പറയുന്നത് കേരള അവരുടെ ഓർഗൻ ഡൊണേഷൻ ആൻഡ് റിട്രീവൽ അതിന്റെ പോർട്ടലാണ്. അത് ഗവൺമെന്റിയാണ്. അവരവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ഒരാൾക്ക് വോളണ്ടറി ആയിട്ട് കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും നമ്മളൊരു ഡിസീസ് ആവുന്ന സമയത്ത് കണ്ണുൾപ്പെടെ നമുക്ക് പലതും ദാനം ചെയ്യാം. ആ രജിസ്ട്രേഷൻ പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റും തരും. ഇത് കമ്പൽസറി ഒന്നും ആയിരിക്കില്ല, പക്ഷേ നമുക്ക് ഫാമിലി എഗ്രി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർത്ത്. പിന്നെ ഉള്ളത് ഈ ഓത്താണ്. ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് ഗവർണർ GN രമേശും അന്നത്തെ സെലിബ്രിറ്റി ആരാണ് അല്ലെങ്കിൽ മിനിസ്റ്റർ അവരായിരിക്കും ആ ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓത്ത് തന്നെയാണ് ഞങ്ങൾ ദ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഞങ്ങൾ പല സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് NSS ഓൾസോ പീപ്പിൾ ക്യാൻ ജോയിൻ. പലവട്ടം ഈ പ്രസ് ക്ലബിൻ്റെ ഈ ഹാളിൽ തന്നെ ലിവർ ഫൗണ്ടേഷൻ്റെ പേരിൽ നടത്തുന്ന പല പദ്ധതികളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. 4-5 പ്രാവശ്യം നമ്മൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ അപ്പോഴെല്ലാം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നേർക്കാഴ്ചയിലുള്ളവരാണ്. ഞാനും ശ്രീ ബാബു കുരുളെ ആയാലും ഞങ്ങൾ രണ്ടുപേരും 10 വർഷം കഴിഞ്ഞു ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. 2015 ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ചില ഒരു മാസ്സായിട്ടുള്ള ഒരു മാഫിയയുടെ പിടിയിലേക്ക് പോകാതെ അവസാനം ഞങ്ങളുടെ തന്നെ ബന്ധുക്കൾ തന്നെ ലൈവ് ഡോണർ നടത്തേണ്ടി വരുന്നു. വന്നു കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഇവിടുത്തെ കേരളത്തിലെ വലിയൊരു ഈ ഒരു മാഫിയ നെറ്റ്വർക്കിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ ആലോചിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 2750 മെമ്പേഴ്സ് ഉണ്ട് കേരളത്തിൽ അക്രോസ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക്. അതിൽ 1700ഓളം പേര് ഞങ്ങളുടെ റെസിപ്പിയൻസും ബാക്കിയുള്ളവർ ഡോണേഴ്സുമാണ്. അപ്പോൾ അവർ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഞങ്ങളത് അനുഭവിച്ചൊരു ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. വരാൻ പോകുന്ന ആൾക്കാർക്കെങ്കിലും ഈ 25-30 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ലിവറിന് ചോദിക്കുന്നത്. കിഡ്നിക്കും 20-22 ലക്ഷം രൂപ. എന്നാൽ ആക്ച്വലി ഇത് ഈ കച്ചവടം ഇല്ലീഗലാണ്, 100% ഇല്ലീഗലാണ്. 7 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടാവുന്ന നിയമങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ മാഫിയ തഴച്ചു വളരുന്നുണ്ട്. ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ലൈവായിട്ട് ചാനൽ വഴിയൊക്കെ നമ്മൾ ആൾക്കാരുടെ പേര് സഹിതം പറയുകയും ക്രൈം ബ്രാഞ്ചിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫർദറായിട്ട് ഒന്നും നടന്നിട്ടില്ല. ഈ മാഫിയ ഒരു സൈഡിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ കോസ്റ്റൽ ഏരിയയിലുള്ള സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ പാവം പിടിച്ച സ്ത്രീകൾക്ക് കൊടുക്കുന്നത് 7-8 ലക്ഷം രൂപ കൊടുത്തിട്ട് ബാക്കി മുഴുവൻ തട്ടിപ്പ് നടത്തി പോവുകയാണ്. ഈ തട്ടിപ്പ് നടത്തുന്നവർ പോവാണ്. ശരിയാണ്, ഒരു ജീവൻ്റെ വിലയാണ്. ആ ജീവൻ്റെ വിലയ്ക്ക് നമുക്ക് അവസാനം ഇപ്പോൾ ഞാനായാലും മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് ഡോക്ടർ 4 ദിവസം കൂടെ ഉള്ളൂ ഇനി ലൈഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കുടുംബവും ഞാനും ബോധമുള്ള സ്ഥിതിയിൽ എനിക്കും ജീവിക്കണം എന്നൊരാഗ്രഹം ഒരു ത്വര മനസ്സിലുണ്ടാകുമ്പോൾ എവിടുന്നേലും പൈസ ഉണ്ടാക്കി കൊടുത്തു കളയാം എന്ന് പറയുന്നു. ലീഗൽ നിയമങ്ങളുണ്ട്, എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എല്ലാ എത്തിക്സ് കമ്മിറ്റിക്കാർക്കും അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു ജീവൻ്റെ വിലയാണ്. രക്ഷിച്ചെടുത്തവരില്ലെങ്കിൽ കോടതിയിൽ പോയി ഓർഡർ വാങ്ങിച്ചു വരും. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു തടയിടാൻ നമ്മളാൽ കഴിയുന്ന, ഞങ്ങൾ അനുഭവസ്ഥർ തന്നെ കഴിയുന്ന ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഞങ്ങൾ ആത്മതാളം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. ആത്മാവ് നിലയ്ക്കുന്നില്ല എന്നൊരു മിത്ത് പോലെ തന്നെ ചിന്തിച്ച് തുടങ്ങിയൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ സെൻറ്റ് തെരേസസിൽ ഉൾപ്പെടെ കോളേജുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാം നടത്തി. കോളേജുകളെയും NSSനെയൊക്കെ നമ്മൾ ക്യാമ്പയിന് വേണ്ടി ഉൾപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇത് തുടങ്ങിയാൽ ഇപ്പോഴേ ഒരു ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫോർച്ചുനേറ്റ്ലി റോട്ടറിയുടെ ഇപ്രാവശ്യത്തെ തീമും അത് തന്നെ ആയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്നു, ബാക്കി അസോസിയേഷൻസും കൈകോർക്കുന്നു. ഞങ്ങൾ പ്രസ് ക്ലബിൻ്റെയും ഇന്ന് പ്രസിഡന്റിനോട് സെക്രട്ടറിയോട് സംസാരിച്ചിട്ട് പ്രസ് ക്ലബിൻ്റെ ഒരു അസോസിയേഷൻ നമ്മൾ സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി 31-ാം തീയതി നടക്കുന്നത് ഒരു മാസ്സായിട്ടൊരു ക്യാമ്പയിൻ്റെ തുടക്കം മാത്രമാണ്. തുടക്കം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലിഫോക്കിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അത്
ഫർദറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോമ്പറ്റീഷനുമൊക്കെ വെച്ചതും. പിന്നെ ഇത് കുട്ടികളെല്ലാം ഓർത്തെടുത്താലും ഗവൺമെൻറ് പോർട്ടലിൽ നോട്ടോയുടെ പോർട്ടലിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ രജിസ്ട്രേഷൻ നടത്തിയാലും ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ വെച്ചിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലെ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ ഈ ഡൊണേഷൻ നടക്കില്ല. ആ നിയമം കൂടെ മാറിയെടുക്കണം. അതും നമ്മുടെ ഒരു ആവശ്യമായിട്ട് തന്നെ വരികയാണ്. അപ്പോൾ അത് വില്ല് പോലെ എഴുതി വെച്ചാൽ തന്നെ അല്ലെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താലും അത് നടക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതലായിട്ട് പ്രചാരണാർത്ഥം ഇന്ന് കേരളത്തിൽ വീണ്ടും ഇപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞൊരു മൂന്നാലഞ്ച് മാസങ്ങളായിട്ട് ട്രാൻസ്പ്ലാന്റുകൾ ഓർഗൻ ഡൊണേഷൻസ്, കെടാവർ ഓർഗൻ ഡൊണേഷൻസ് നടക്കുന്നുണ്ട്. ഹാർട്ടായാലും ലിവറായാലും കിഡ്നി ആയാലും. ഇപ്പോൾ സാധാരണക്കാരായാലും സാധാരണക്കാരുടെ മുകളിലേക്കുള്ള ആൾക്കാരായാലും ഇതൊരു പ്രചരണം വന്നതുകൊണ്ട് ഇപ്പോൾ ഓർഗൻ ഡൊണേഷൻ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും അവയവദാനം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു 2016, 15, 16, 17 കാലഘട്ടത്തിൽ. പിന്നീട് ചില തൽപര കക്ഷികളുടെ ഇടപെടൽ മൂലം അത് തീരെ കുറഞ്ഞുപോയി. ഒരു വർഷം ഏതാണ്ട് 4000-നും 5000-നും ഇടയിൽ അപകട മരണങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൻ്റെ ഒരു അംശം പോലും ഈ കെടാവർ ഈ അവയവദാനത്തിലേക്ക് ആരും മുന്നോട്ട് വരുന്നില്ല. അതിൻ്റെ കാര്യം ഇത്തരം കിംവദന്തികളും ഇതിനെതിരായിട്ട് നടക്കുന്ന കുപ്രചരണങ്ങളുമാണ്. അപ്പോൾ അതിനൊരു തടയിടുക, ഇത് വീണ്ടും കൊണ്ടുവരിക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നൊരു സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇത്തരം അവയർനെസ് ക്യാമ്പുകളും ഇത്തരം പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നത്. Dr. G.N. Ramesh for coming out with this beautiful, wonderful idea or initiative of organ donation initiative awareness, and being the president of Rotary Club of Cochin Downtown, I am really pleased to be able to spearhead this forward with the help of other associations also. So we are looking forward to all your support and to make this a grand success. റോട്ടറിക്കും ലിവർ ഫൗണ്ടേഷനും ചെയ്യുന്നു. കൂടാതെ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ പറയാനുള്ളത്, ഈ ജനുവരി 31 എന്ന ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമിനുപരി മുമ്പോട്ട് ഇത് കുറച്ച് സിനിമകൾ കൊണ്ടും കുറച്ച് ഫേക്ക് ന്യൂസുകൾ കൊണ്ടും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന മെസ്സേജസ് കാരണമാണ് ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നത്. പിന്നെ ഇതിൽ പൈസ ഇൻവോൾവ് ആണ്, ഹോസ്പിറ്റൽസിന് പൈസ കിട്ടുന്നു, ഡോക്ടർമാർക്ക് പൈസ കിട്ടുന്നു എന്നാണ് ഒരുപാട് കിംവദന്തികളുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇത് കാത്ത് ഇരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്, ഡെയിലി കാണുന്നതാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുന്നതിന് ശേഷം കിട്ടുന്ന ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ വളരെ വലുതാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ ഉപരി ഈ ജനുവരി 31 എന്നുള്ള പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ അതിനുശേഷം ജനങ്ങളിൽ, എസ്പെഷ്യലി വരും ജനറേഷനിലും ഉള്ള ഫാമിലി മെമ്പേഴ്സിലും എല്ലാ മീഡിയകളും ഒരേപോലെ തന്നെ അതൊന്ന് ഏറ്റെടുക്കുകയും നമ്മുടെ കേരളത്തിൽ ബീങ് നമ്പർ 1 ഇൻ ഇന്ത്യ ഒന്ന് ഈ കാര്യത്തിലും കൂടിയും, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, വി റിക്വസ്റ്റ് യു ഹംബ്ലി ടു ബി പാർട്ട് ഓഫ് ദിസ് നോബിൾ ഇനിഷ്യേറ്റീവ്. താങ്ക് യു.